ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ കുഴപ്പമില്ല കേട്ടോ, വെള്ളത്തിന്റെ പ്രശ്നം ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. എന്നാൽ ചെറിയ രീതിക്ക് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയാണ് കേട്ടോ. പിന്നെ എന്തായാലും ഒരു ഡൈൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതേ രാവിലെ തന്നെ നമ്മുടെ മാളുമേനെ കണി കണ്ടിട്ടാണ് എനിക്കണത്. കുട്ടി നേരത്തെ പാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ ലഹള കേട്ടിട്ടാണ് ഞാൻ എനിക്കണത്. അതിനിടയിൽ കിച്ചുട്ട എനിച്ചുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൾ ഇതേ വീണ്ടും വന്നിട്ട് നമ്മുടെ കിച്ചുട്ടനെ എടുക്കാൻ പോയി കേട്ടോ. പിന്നെ അച്ഛനും അമ്മയും അടുക്കളയിൽ തകൃതിയായ പണിയിലാണ് കേട്ടോ. അമ്മ ചായപ്പണിയിലാണ്, അച്ഛൻ അവിടെ എന്തോ അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ സോഫയിലായിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ സോഫയിൽ കിടന്ന് എല്ലായിടത്തേക്കും കണ്ണിങ്ങനെ എത്തിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ നമ്മുടെ കിച്ചൺ കാണാം, നേരെ നോക്കിയാൽ നമ്മുടെ റോഡ് കാണാം, അങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുമേ. അപ്പൊ അച്ഛൻ എനിച്ച വഴിക്ക് തന്നെ വന്ന് പറഞ്ഞു കേട്ടോ, അവിടെ പോയി കിടന്നോ, റൂമിൽ പോയി കിടന്നോ, ഇവിടെ ഇങ്ങനെ കിച്ചണിലെ സൗണ്ട് ഇങ്ങനെ കേൾക്കൂല, ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ എനിക്ക് ഒന്നാമത് കിടന്നോടത്തുനിന്ന് എനിക്കിട്ട് അപ്പുറത്ത് പോയി കിടക്കുമ്പോഴേക്കും എൻ്റെ ഉറക്കം പോവും. അപ്പൊ ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നോട്ടാ. പിന്നെ നമ്മുടെ കിച്ചുട്ട് അതേ നീച്ച് കണ്ണുരുട്ടി ഇങ്ങനെ ഇന്നെ നോക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ അവനെ വിളിക്കുന്നുണ്ട്. അപ്പൊ എന്നെയാണോ അതോ അമ്മയാണോ ധാരാന്ന് കുട്ടിക്കാണ് മനസ്സിലാവണേ. കാരണം ആരുടെ പോലെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. എന്നെ കണ്ടൊന്ന് നോക്കും, പിന്നെ ഭയങ്കര ചിരിയാവൂട്ടാ. അങ്ങനെ മാളൂനെയാണ് ഇന്നത്തെ കണി കേട്ടാ. ഞാൻ മാളൂന്റെ അടുത്ത് പറയും, ഇന്നത്തെ കണി നീയാ മാളു, ഇന്നത്തെ ദിവസം എങ്ങനെയാവും എന്താവോ എന്നൊക്കെ. തേജു നമ്മുടെ ആദർശിന്റെയും ആരുടെ ഒക്കെ കൂടിയായിട്ടാണ് കിടന്നേക്കണത് അപ്പുറത്തെ റൂമില്. അപ്പൊ പിന്നെ അവൻ എനിക്ക് വരുമ്പോ എന്തായാലും വൈകൂലോ, ഞാൻ വിളിക്കാനും പോയില്ല. അവർക്ക് ക്ലാസ്സിലാത്ത ദിവസം അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മയും വിചാരിക്കുന്നു കേട്ടാ, അവിടെ വന്നാലല്ലേ ഇത്ര കുറെ നേരം കിടന്നുറങ്ങാൻ പറ്റുള്ളൂ വിചാരിച്ചിട്ട് അവരും വിളിക്കാൻ വരില്ല കേട്ടാ. അങ്ങനെ നമ്മുടെ കിച്ചുട്ടൻ ആര്യേട്ടാ, ആര്യം എനിക്ക് വരണുള്ളൂ തോന്നുന്നു. കിച്ചുട്ടൻ എനിക്കപ്പോൾ നേരെ നമ്മുടെ മാളു എടുത്തിട്ട് കൊടുന്നിരുത്തിയിട്ട് അവിടെ. കിച്ചുട്ടനാണെങ്കിൽ ഇങ്ങനെ എനിക്ക് വരുമ്പോൾ അങ്ങനെ കരഞ്ഞ് വാശി പിടിച്ച് വരിക അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആള് ചിരിച്ച് ഹാപ്പി ആയിട്ട് തന്നെയാട്ടോ എനിക്ക് വരിക. നമ്മുടെ തേജും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചില പിള്ളേരുണ്ടാവില്ല, രാവിലെ എനിക്കുമ്പോൾ തന്നെ കരഞ്ഞ് നീച്ച് വരും. അപ്പോൾ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ടെൻഷനല്ലേ. അങ്ങനെ അച്ഛതേ ചായ കുടിക്കാൻ പോകട്ടെ, അച്ഛന് പണിക്ക് പോകണം. അപ്പോൾ അതേ കിച്ചുട്ടനോട് എന്തോ പറയുമ്പോൾ ഇങ്ങനെ അച്ഛനെ കണ്ണുരുട്ടി നോക്കുക കേട്ടോ. അപ്പോൾ അച്ഛതേ നല്ല മഴ വെച്ചാൽ നല്ല മഴയല്ല, ചെറിയൊരു രീതിക്കൊരു മഴ പെയ്യില്ലേ, അങ്ങനെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ ഉമ്മർത്ത് മഴയൊക്കെ കണ്ടിട്ട് ഇതേ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരിക്കുന്നുണ്ട്. അപ്പത്തേക്ക് ഞാൻ വിളിക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കണോ കിട്ടനി. ഇത് കൊറേ നേരമായി തോന്നുന്നു നീച്ചിട്ട് ഇവരുടെ വർത്താനം ഇങ്ങനെ കേട്ടിരുന്നേ. മാളു പാല് കൊണ്ടുവരാൻ വരണ നേരത്തെ ഉണ്ടല്ലോ, ഇവിടെ കിച്ചുട്ട എനിച്ചിട്ടുണ്ടെങ്കിൽ മാളു ഇവിടെ ലോക്കാവും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പാല് തന്നിട്ട് പോവും. കിച്ചുട്ട എനിറ്റാ പിന്നെ അവളുടെ കയ്യിലാവും കേട്ടോ. അവൾക്കാണെങ്കിൽ പോകാനും തോന്നില്ല. പിന്നെ ആരും ഇതേ എനിക്ക് പല്ലേക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അതേട്ടാ പല്ലേച്ച് അങ്ങനത്തെ കുറേ പണികൾ കിടക്കുന്നുണ്ട്. പിന്നെ അതേ അച്ഛൻ എടുത്തിട്ട് ഇനി കുറച്ച് നേരം അച്ഛൻ്റെ കൂടെ ഉമ്മർത്ത് പോയിരിക്കില്ല കേട്ടോ പണി. അപ്പം അതിൻ്റെ ഇടയിൽ മഴ കുറച്ച് കനത്തിലായപ്പോൾ അച്ഛന് പണിയില്ല എന്ന് പറഞ്ഞു തോന്നുന്നു കേട്ടോ. അപ്പം അച്ഛൻ കുറേ പേർക്ക് അറിയാൻ തോന്നുന്നു, അച്ഛൻ യൂണിയനിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ. ആര്യമ്പാടത്ത് യൂണിയനിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ മഴ ഇല്ല പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ അതേ കിച്ചുടനെ എടുത്തിട്ട് ഉമ്മർത്ത് പോയിരുന്നു കേട്ടോ. ഇനി കുറേ നേരം അച്ഛൻ്റെ മടിയിൽ കുട്ടി അവിടെ ഇരിക്കുക. അപ്പോഴേക്ക് ആരുടെ കാര്യങ്ങളൊക്കെ തീർക്കൂട്ടാ. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വന്നാൽ മാത്രമായിട്ട് എനിക്കുള്ളൂ ഉറങ്ങി എനിക്ക് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ഇവിടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ഉറക്കത്തുനിന്ന് എനിറ്റാ ഓട്ടാവും കേട്ടോ. ഈ കിച്ചണിലേക്ക് ഓട് അത് ചെയ്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണിത്തിരക്കാവും. ഇവിടെ വന്ന് എൻ്റെ പണി എന്താ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും കുറേ നേരം, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ തുടങ്ങുള്ളൂ. എന്തായാലും എനിച്ച കുളിയും പരിപാടിയൊക്കെ തീർക്കും. പക്ഷെ നമ്മുടെ വീട്ടിലത്തെ പോലെ നേരത്തെ കുളിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ചിലപ്പോൾ ഇവിടെ അമ്മയുടെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഒന്ന് ഫ്രീ ആയിട്ടൊരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും കുളിക്കൂട്ടോ എങ്ങനെയായാലും. പക്ഷെ വീട്ടിലത്തെ പോലെ 8-9 മണി അല്ലെങ്കിൽ അത്ര നേരത്തെ അങ്ങനെ കുളിക്കാൻ നിൽക്കാറില്ല കേട്ടോ. അങ്ങനെ അതേ ഞാൻ കിടന്ന സാധനങ്ങളൊക്കെ ഇത് ഒടുക്കി മടക്കി ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അത് അമ്മ അവിടെ അപ്പുറത്ത് കിടന്നിരുന്നിട്ടുള്ള പായ അത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലങ്ങോട്ട് പൊതിഞ്ഞ് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാതും അതിലേക്ക് തന്നെ ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ തേജുവിൻ്റെ അടുത്ത് പോയി നോക്കി. തേജൊക്കെ നല്ല ഉറക്കാട്ടോ. തേജു ഉറക്കത്തിൽ ആദർശിൻ്റെ ചവിട്ടലും പെരടിക്ക് പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു അത്ര. അവർ എനിക്ക് വന്നിട്ടാട്ടോ അതൊക്കെ പറയണത്. പിന്നെ നമ്മുടെ കിച്ചുട്ടിന് കുറച്ച് മരുന്ന് കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ആ രീതി അത് കൊടുക്കുകയാണ്. അങ്ങനെ ദേ എൻ്റെ പല്ലേപ്പും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനേന്ന് ഇതേ കുറച്ച് നേരം കിച്ചുട്ടനെ വാങ്ങിയിട്ടാണ്. അച്ഛൻ്റെ നല്ല ആരുടേന്ന്. അപ്പോൾ കുറച്ച് നേരം എൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ കളിക്കാട്ടോ. അപ്പോൾ ഇപ്പം എന്താ പരിപാടി വെച്ചാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഇങ്ങനെ ഞാന്ന് കിടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ച് വലിക്കുക. ഒന്നാമത്തെ കളി അത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മലുണ്ടല്ലോ, കമ്മലുമ്പേക്ക് കൈ വരണത് അറിയില്ല. അതും പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കമ്മൽ മറ്റേ മുന്തിരിക്കൊലയുടെ കമ്മലാട്ടോ ഞാൻ ഇടുന്നത്. അതിലേക്ക് ഇപ്പം ഇത്തിരി കൈ കൊണ്ട് പിടിച്ച് വലിക്കൽ ഭയങ്കര കൂടുതലാട്ടോ. അതിനിടയിൽ നമ്മുടെ അമ്മമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മ പോയി ഉണ്ടായിരുന്നല്ലോ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ അവിടെ ഇടയ്ക്ക് നിൽക്കാൻ വരുമല്ലോ അമ്മമ്മ പോയി മാമൻ്റെ വീട്ടിൽ കിട്ടാ. അപ്പം അമ്മമ്മ വിളിച്ചേക്ക് കേട്ടോ വീഡിയോ കോള്. ഒരു പൊടിക്ക് നോക്കണില്ല കേട്ടോ അമ്മമ്മേനെ. ഇവിടെ ആകുമ്പോൾ അമ്മമ്മേനെ വേണ്ടു, പക്ഷെ അമ്മമ്മ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ആള് നോക്കണമെന്നില്ല കേട്ടോ. ഞങ്ങളുടെ വർത്താനം കേട്ടിട്ടാണ് നിൽക്കണത്. അങ്ങനെ അമ്മ എന്തൊക്കെയോ പറഞ്ഞ് നോക്കിക്കാൻ
നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. ചായക്ക് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നൂൽപ്പിട്ടും തേങ്ങാപ്പാലായിരുന്നു കേട്ടോ. നൂലപ്പം, ഇടിയപ്പം, ആ ഒരു സംഭവമില്ല. അതെ, നമ്മുടെ തേജുവിന് അറിയാലോ നൂൽപ്പിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടാ. പക്ഷെ തേജുവിന് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഉരുളൻകിഴങ്ങ് സബോളയും ഇട്ടിട്ട് കറി ഉണ്ടാക്കിയില്ലേ, സ്റ്റ്യൂ പോലെ, അതാട്ടോ അവന് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മുടെ എന്താ പറയുക, തേങ്ങാപ്പാലായാലും അവന് ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങളുടെ ഈ സൈഡ്, തൃശ്ശൂർ സൈഡിക്ക് നൂൽപ്പിട്ടിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ തേങ്ങാപ്പാലാട്ടാ. എന്തുണ്ടെങ്കിലും തേങ്ങാപ്പാൽ ഉണ്ടോ അതേ ചോദിക്കുള്ളൂ. അതാണ്. പിന്നെ തേജു അല്ല, നമ്മുടെ കിച്ചുട്ട വീണ്ടും അച്ചച്ചറ മടിയിൽ പോയിരുന്നിട്ട് മഴ ആസ്വദിക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരം ഇപ്പം അച്ഛൻ മറ്റേ റെസ്റ്റ് ഉള്ള സമയത്ത് എന്നും ഈ സോഫയിൽ രാവിലെ ഇരുത്താൻ തുടങ്ങും കേട്ടോ. അപ്പോൾ കിച്ചുട്ടൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ കിച്ചുട്ടന് ഭയങ്കര ശീലമായിക്കണം കേട്ടോ അത്. അപ്പോൾ ഇത് ആര്യാട്ട വീഡിയോ എടുക്കണത് അവൻ്റെ. അങ്ങനെ എൻ്റെ ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ചോരി തുടച്ചു കൊടുക്കാൻ നിന്നോട്ട് അമ്മയ്ക്ക്. ഞാനിവിടെ വന്നാൽ ചെയ്യണ ആകെയുള്ള പണി തന്നെയുള്ളൂ കേട്ടോ, അടിച്ചോരി തുടക്കുക. കിച്ചണിലൊക്കെ പിന്നെ അമ്മ എന്നെ ചെയ്യൂട്ടാ. പിന്നെ അമ്മയ്ക്ക് ഇന്ന് പണിയില്ല കേട്ടോ. പണിയില്ലാത്ത കാരണം അമ്മയും അച്ഛനും എല്ലാവരും ഉള്ളൊരു ദിവസമായിട്ടെന്ന് വീട്ടിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. സാധാരണ ഞാൻ ഇപ്പോൾ വരുമ്പോഴും അമ്മയ്ക്ക് പണി ഉണ്ടാവും. അമ്മ എല്ലാം ആക്കി വെക്കും, എന്നിട്ട് പോവും, പണിക്ക് പോവും. പിന്നെ ഞങ്ങൾ ഇനി ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ പിള്ളേരാരെങ്കിലും കസിൻസൊക്കെ വന്ന് അവരുടെ കൂടെയുള്ള കളിഞ്ചേരിയും വർത്താനം അതൊക്കെ ആയിട്ടുള്ളത്. എങ്കിലും അമ്മ ഉള്ളപ്പോൾ നിൽക്കണതിൻ്റെ ഒരു രസം വേറെ കേട്ടോ. കാരണം നമുക്കൊന്നും അറിയണ്ടല്ലോ, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കിച്ചുട്ടൻ്റെ കൂളിയും എല്ലാം കഴിഞ്ഞിട്ട് ഇതേ കൊടുന്ന് കെടുത്തിയിട്ടുണ്ട് കേട്ടോ. കേൾക്ക്. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ തേജുവിനെയും കൂടി കുളിപ്പിച്ച് പല്ലേപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇതേ കൊടുത്തിട്ടുണ്ട്. ഇനി അവനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുക, പൗഡറും ക്രീമൊക്കെ തേച്ച് കൊടുത്താൽ പിന്നെ ചായ കുടിക്കൽ അവൻ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചുട്ടിരിക്കുന്നത് കണ്ടപ്പോൾ അതേ കിച്ചുട്ടൻ്റെ അടുത്ത് പോയിരുന്നു കേട്ടോ. അതായത് ഏട്ടൻ്റെ കുട്ടി എവിടെ ആ ഡയലോഗ് ചോദിക്കാനായിട്ട് നിൽക്കണത്. കിച്ചുട്ടനാണെങ്കിൽ തേജുവിനെ കാണുമ്പോൾ ഒരു കളിപ്പാട്ടം പോലെ തോന്നുന്നേ. കുറേ നേരം നോക്കും. അത് കഴിഞ്ഞിട്ട് തേജുവിനെ അങ്ങോട്ട് അടുത്തേക്ക് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ മുഖവും ചുണ്ടും ഒക്കെ പിടിച്ചങ്ങോട്ട് പീച്ചി തുടങ്ങും കേട്ടോ. അങ്ങനെ അതിങ്ങനെ വേദനിപ്പിക്കണം പോലെ അങ്ങനെ പീച്ചിന്നിട്ട് അങ്ങോട്ട് ചിരിക്കും. അതായത് അങ്ങനെ പീച്ചുമ്പോൾ തേജു ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും, അയ്യോ വേദനിക്കണു പറഞ്ഞിട്ട്. അത് കേട്ടവന് ഭയങ്കര സന്തോഷാട്ടാ, ഭയങ്കര ചിരിയാവും ആളെ. പിന്നെ നമ്മുടെ തേജു ഇതേ കഴിക്കായിരുന്നു കേട്ടോ. അവന് നൂൽപ്പെട്ട് ഇഷ്ടമാണ്, തേങ്ങാപ്പാലും ഇഷ്ടമാണ്. പക്ഷെ കുട്ടി ഇങ്ങനെ ചോദിച്ചു കേട്ടാ, അമ്മ മറ്റേ മഞ്ഞക്കറില്ലേ ചോദിക്കിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചു നോക്കുന്നത് നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കും. പിന്നെ അവന് തേജുവിന് മധുരങ്ങളോട് വലിയ താല്പര്യം ഇല്ല, മധുരം അത്ര ഇഷ്ടമുള്ള ആളല്ല നമ്മുടെ തേജു. അതുകൊണ്ട് ചെറിയൊരു ഇഷ്ടക്കേട് കാട്ടും കേട്ടോ. പിന്നെ പുറത്ത് ഇതേ ഒരു നേരമായപ്പോഴേക്കും തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഷീറ്റുള്ള കാരണം ഷീറ്റും ഇങ്ങനെ പടപടാന്ന് സൗണ്ട്, ഇങ്ങനെ ആ വീഴണ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഇതേ പണിക്ക് പോണ കാരണം ബാക്ക് സൈഡ് വൃത്തിയാക്കാൻ അമ്മയ്ക്ക് നേരം കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇതേ തേജുള്ള സ്ഥിതിക്ക് അമ്മ ഇവിടെ നല്ല വഴുക്കലായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ അമ്മ തന്നെ ഇറങ്ങുള്ളൂ കേട്ടോ, കൂടുതലും ബാക്കിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഇനി തേജ് വന്ന എല്ലായിടത്തേക്കും ഓടൂലോ. അപ്പം ഇനി വഴുക്കി വീഴണ്ടെന്നും പറഞ്ഞിട്ട് ഇതേ അവിടെ നന്നായി അടിച്ച് കഴുകിയ വഴുക്കൽ കളയുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ ഇപ്പം ഇങ്ങനെ അടിച്ച് കഴുകിയാലും നാളെ കഴിഞ്ഞ് മറ്റന്നേക്ക് വീണ്ടും ഈ വഴുക്കൽ വരും, പ്രത്യേകിച്ച് ഈ മഴ നിൽക്കുകയാണെങ്കിൽ. അപ്പം അതുകൊണ്ട് ഇതേ അമ്മ വേഗം ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തുടയ്ക്കാനും കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അടിച്ചൊരിട്ട് നേരെ തേജുവിനെ കുളിപ്പിക്കുക അതൊക്കെ ആയിട്ട് ചെയ്തത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തുടയ്ക്കാനുള്ളതും കൂടി ഞാൻ തുടച്ച് തീർക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോഴേക്കും ഇതേ നമ്മുടെ കിച്ചുട്ടൻ ആര്യതേ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരം മണിയാക്കിയിട്ട് വീണ്ടും അച്ഛൻ്റെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ എന്തോ പാട്ട് വെച്ചിട്ടുണ്ട്, അതും കേട്ടിട്ട് അടിയൊക്കെ എടുക്കണത്. അപ്പം എന്നെ കാണുമ്പോൾ കുട്ടിക്ക് ആദ്യം ചെറിയൊരു ഡൗട്ട് അടിക്കേണ്ടത് തോന്നുന്നു, വേറെ ഒന്നല്ല ഞാനാണോ ആര്യാണോ എന്നുള്ളൊരു ഡൗട്ട്. പിന്നെ ഇത് പാപ്പനാട്ടോ, എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. അപ്പം പാപ്പൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പാപ്പനും അച്ഛനും കൂടിയിട്ട് ഇതായിരുന്നു ഇങ്ങനെ വർത്താനം പറയാട്ടോ ഉമ്മർത്ത്. അമ്മ അതേ വാഷിംഗ് മെഷീനിൽ കഴുകാനുള്ള തുണികളൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഇനി തുണികൾ നമ്മൾ മുകളിലാട്ടോ തോരയുടെ. പിന്നെ ആരുടെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആര്യതേ മുടിയൊക്കെ ഉണക്കുന്നുണ്ട്. ആര്യക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ട് എന്നാട്ടോ പറയണത്. കാരണം മുടി വാഷ് ചെയ്ത് കഴിഞ്ഞ അപ്പം തന്നെ ഡ്രൈ ചെയ്യുമ്പോൾ അവൾക്ക് മുടി കൊഴിച്ചിലിന് നല്ല വ്യത്യാസം ഉണ്ട് എന്നാട്ടോ എൻ്റെ അടുത്ത് പറയണ്ടായിരുന്നത്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവൾക്കുണ്ട്. കാരണം അവളുടെ മുടി നന്നായി കൊഴിഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നല്ല മാറ്റമുണ്ട്. പിന്നെ അവൾ അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പോൾ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കെയർ ചെയ്യാത്ത ആൾ ഞാനാണ്, എനിക്കിനി കെയർ ചെയ്യണം. പിന്നെ ഞാനിത് ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ അതിന് വിൻഷേട്ടൻ വരികയാണെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റിക്കോന്നും പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് തന്നു. അതൊക്കെ ഞാൻ വിരിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടു കേട്ടോ. പിന്നെ എൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഡ്രസ്സ് മനസ്സിലായി, ഒരു വട്ടം കൊളാബിന് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ആര്യക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വന്നാലും അതേപോലെ ഇവിടെ വന്നാലും എനിക്ക് ഇടാൻ എന്തെങ്കിലും ഉണ്ടാവില്ല, ഒന്നും പറക്കി വരണ്ട. പിന്നെ എൻ്റെ അമ്മ ഇതേപ്പോൾ ഈ കലണ്ടറൊക്കെ ഇതേ ഇവിടെ ആട്ടാ തൂക്കിയിടുക നമ്മുടെ എന്താ പറയുക ഡോറിൻ്റെ ബാക്കിൽ. ഇനി എന്താ പരിപാടി വെച്ചാൽ കുറച്ച് നേരം സുഖമായിട്ട് ഇങ്ങനെ കിടക്കണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം എന്നാട്ടോ വിചാരിക്കണം. എനിക്ക് വീട്ടിൽ വന്ന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ടൈമാട്ടോ ഇങ്ങനെ വാതിലൊക്കെ അടച്ചത് കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ഇപ്പം നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ സമാധാനം ഇല്ല എന്നല്ല, പക്ഷേ
നമ്മുടെ സ്വന്തം വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഒരു ഫീൽ വേറെയല്ലോ. അതായത് കുറച്ച് നേരത്തേക്ക് നമ്മൾ നമ്മുടെ പഴയ കാലത്തിലേക്ക് പോകും. അതായത് കല്യാണത്തിന് മുന്നുള്ള ഒരു ലൈഫില്ലേ, ഇവിടെ കിടക്കുമ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ ആലോചിക്കും കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതുപോലെ ഞായറാഴ്ചയ്ക്ക് ആകുമ്പോഴായിരിക്കും അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടാവുക. അപ്പോൾ അവർ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം റൂമിലൊക്കെ കിടക്കുന്നത് എന്തൊക്കെയോ പഴയ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കിട്ട. അങ്ങനെ ചിന്തിക്കുന്നതിന് ഇടയ്ക്കാണ് നമ്മുടെ കിച്ചപ്പം വീണ്ടും എൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ ചിന്തകളൊക്കെ മാറ്റി വെച്ച് കുറച്ച് നേരം കിച്ചുവിൻ്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ചിരിക്കണോ കിട്ടോ, എനിക്കാണെങ്കിൽ ഇത് ചിരിക്കണോ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഒരു ചിരി കാരണമാണ് ഞാനിപ്പോൾ ഇത് വേഗം ഇങ്ങോട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ നിൽക്കൂട്ടാം. ഇപ്പോൾ വിൻഷാട്ടിൻ്റെ ക്ലോസിങ് ആയാലും ഇപ്പോൾ നമ്മൾ നിൽക്കാറുണ്ട് കേട്ടോ. വിൻഷാട്ടൻ നേരം മെഴുകിയാലും വരുമല്ലോ വിചാരിച്ചിട്ട്. പക്ഷേ എന്തോ ഇതിങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്ന കാണുമ്പോൾ ഓടി വരാൻ തോന്നും. അപ്പോൾ പിന്നെ ഞാനും തേജും പെട്ടെന്ന് അങ്ങനെയായിട്ട് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിൻഷാട്ടിനോ അതേട്ടോ അപ്പോൾ ഇങ്ങനെ വിളിച്ച് ചിരിക്കുന്ന കാണുമ്പോൾ വിൻഷാട്ടിനോ അതിനെ കാണാൻ തോന്നുന്നു. അപ്പോൾ അവിടുന്ന് പോകുന്ന 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതെ ചെക്കനെ കാണാൻ തോന്നും. പിന്നെ ഈ ഓണൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സെറ്റുമുണ്ട്, സെറ്റ് സാരി, അങ്ങനത്തെ ഓണം കളക്ഷൻസിൻ്റെ പ്രൊമോഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഒരുപാട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ ടീച്ചറെ വീഡിയോസൊക്കെ എടുത്ത് തീർക്കണ്ടേന്ന്. പക്ഷേ മഴയല്ലേ, അതൊന്നും എടുക്കാൻ കുറച്ച് ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകുന്നതാട്ടോ, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ വെച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കിച്ചുട്ടൻ വായേന്ന് വീണ്ടും എന്തോ ഇങ്ങനെ കുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഛർദിക്ക് എന്തോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തേജു ചേട്ടനാട്ടോ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തേക്കണത്. അങ്ങനെ ദേ വീണ്ടും ഞങ്ങളുടെ കൂടെ കുറേ നേരം എൻ്റെ കൂടെ കുറേ നേരം കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വായേന്ന് ഇനി വരുന്നുണ്ടോ നോക്കിയിട്ട് തേജൊക്കെ ദേ തുടച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം തുപ്പലം കൊണ്ടുള്ള കളി കുറച്ച് കൂടുതലാട്ടോ. അങ്ങനെ പുറു അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക. പിന്നെ നമ്മൾ പറയില്ലേ വണ്ടി ഓടിക്കുകയെന്ന്, അതേപോലെ ഇങ്ങനെ വണ്ടി ഓടിക്കണ പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ തേജുവിൻ്റെ പണിയാട്ടോ. ഇതിൻ്റെ ഗ്യാപ്പിൽ പോയിട്ട് ഇവരിങ്ങനെ പോയപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേജുവിൻ്റെ പണിയാണ്. ആദർശിൻ്റെ അടുത്ത് ടാറ്റു അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചൂട്ടൻ്റെ കൺമശിയൊക്കെ എടുത്തിട്ട് ഇതേ ടാറ്റു ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദർശം ഇൻഷാട്ടിനും ആട്ടോ ഈ ഒരു കളിക്ക് കിടന്നു കൊടുക്കുള്ളൂ, വേറെ ആരും ഇങ്ങനെ കിടന്നു കൊടുക്കൊന്നില്ല. അപ്പോൾ പിന്നെ അവരെയാണ് നല്ല രീതിക്ക് മുതലാക്കൂട്ടോ. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ അവ അതങ്ങോട്ട് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആദർശം ഇരുന്ന് കൊടുത്തേക്കണത്. ഇനി ഇതൊക്കെ കഴുകി കളയണം. പിന്നെ നമ്മുടെ ആദുമേമാട്ടോ, ആദുമേമ ഉണ്ടെങ്കിൽ ആദുമേമയുടെ മുഖത്തായിരിക്കും വരാട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ആദർശം ഇങ്ങോട്ട് വൈന് നൻ്റെ മെത്ത് ഞാൻ വരച്ച് തരാമെന്ന് പറഞ്ഞ് പിടിച്ച വഴിക്ക് കുട്ടി ഓട്ടം കഴിഞ്ഞു കേട്ടോ. അവൻ അത് പറ്റില്ല, അവനെല്ലാവരെയും വരച്ച് പഠിക്കാം. അങ്ങനെ ഒരു രസം അത്ര തന്നെ. ഇവിടെ വന്നാലല്ലേ ഉള്ളൂ ഇവരുടെ കൂടുതൽ ഈ കളി. അങ്ങനെ ഇനിയിപ്പോൾ ആദർശം ഇതൊക്കെ കഴുകട്ടെ. അവൻ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇനി എന്തായാലും ഞാൻ കുളിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഇതേ പോയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ തേജൂട്ട് എടുക്കണ വീഡിയോ കേട്ടോ. കിച്ചൂട്ടൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ പണിയാണ്, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അവനാണ് ഈ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടിയൊക്കെ എടുത്ത് കിച്ചു ആണെങ്കിൽ ഫോണിൻ്റെ ഈ കവറ് ഓറഞ്ച് കളറൊക്കെ കാണുമ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇത് എന്താ വെച്ചിട്ട് ഇങ്ങോട്ട് ചാടാൻ നോക്കൂട്ടോ. അപ്പം അതാണ് ഈ കാണണത്. പിന്നെ അതേ കുട്ടിയുടെ കിരമാമൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കിരമാമന്റെ മടിയിൽ മുഖം കാണാണ്ടാണ് ഇരുത്തിയേക്കണത്. കിരണ കണ്ടപ്പോൾ ഒരു കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം എന്നൊക്കെ പറയുമ്പോൾ കിരണ ഭയങ്കര കാര്യമായിരുന്നു കേട്ടോ. കിരൺ തന്നെയായിരുന്നു ഫുള്ള് എടുത്തിടുന്ന്. പിന്നെ കിരൺ എറണാകുളം പോയി വീക്കിലി വരുമ്പോൾ വന്ന് കാണുമ്പോൾ കുട്ടിക്കൊരു പരിചയക്കേട് നന്നായിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ ഇത് ഓരോന്ന് പറഞ്ഞ് ചിരിപ്പിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിരണിന്റെ മുഖം കാണുമ്പോൾ ഒരു പരിചയക്കേട് കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് കരയും കൂടിയും ചെയ്തിട്ടാണ് വിഷമം വരികയാണ് ആൾക്ക്. പിന്നെ കുട്ടിക്ക് സെറ്റ് ആയിട്ടോ. പിന്നെ കിരണായിട്ട് ഭയങ്കര ചങ്കും കരലും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ വിൻഷാട്ടിനും കൂടി വന്നിട്ടുണ്ട്. വിൻഷാട്ട് അപ്പം ഇന്ന് പുലർച്ചയ്ക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ജോലി കഴിഞ്ഞിട്ട്. അങ്ങനെ പുലർച്ചയ്ക്ക് എത്തി. എനിക്ക് പിന്നെ എനിക്കുമ്പോൾ തന്നെ കുറേ നേരം ഉറങ്ങിയിട്ട്, കാരണം നേരം വെളുത്തിട്ടല്ല വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ കുറേ നേരം ഉറങ്ങിയിട്ടൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ നേരെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരികട്ടോ ചെയ്തത്. അപ്പോൾ ദേ ചെക്കനെ എടുക്കാനുള്ള അടവ് കാട്ടുക കേട്ടോ. ഞങ്ങളാണെങ്കിൽ കരയില്ലേന്ന് നോക്കിയിട്ടാണ് നിൽക്കണത്. നമ്മുടെ കിരണിനെ കണ്ട് കരഞ്ഞേൻ്റെ ക്ഷീണത്തിലാണ് നിൽക്കണ നേരത്താണ് ഈ പോയി കൈ നീട്ടണത് കേട്ടോ. അപ്പോൾ കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരനും വിൻഷാട്ടിനും കൂടി അങ്ങോട്ടും കൂടി കളിയൊക്കെ കേട്ടോ. അങ്ങളെടുത്തപ്പോഴും കരഞ്ഞു, ഞാനെടുത്തപ്പോഴും കരഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വീണ്ടും വിൻഷാട്ടൻ പഠിച്ച പണി 18 നോക്കുന്നുണ്ട് കരയാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോന്നു കേട്ടോ. പിന്നെ എല്ലാവരുടെ അടുത്തേക്കും പോന്നു കേട്ടോ. ഇവർ രണ്ടുപേരുടെ അടുത്തായിട്ട് ഒരു പരിചയക്കേട് കാട്ടണത്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ഉച്ചത്തെ ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മീൻകറിയും ചോറും പപ്പടും ഓംലേറ്റും പിന്നെ മീൻ വറുത്തത് കേട്ടോ. മീൻ വറുത്തത് നമ്മൾ തേജുവിന് മാത്രമേ കൊടുത്തുള്ളൂ. ഞങ്ങൾ ഓംലേറ്റും പപ്പടും കൂടിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആണ് ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ഇനി പിന്നെ ഇപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ വീട്ടിൽ. ഈ ഒരു സമയം നല്ല രസമാട്ടോ. എല്ലാവരും കൂടി ഉള്ളപ്പോൾ നല്ല രസമാട്ടോ വീട്ടിലിരിക്കാൻ. കാരണം എല്ലാവരും ഒരേ വൈബിൾ ആൾക്കാരെ. കാരണം ഞങ്ങളുടെ മെയിൻ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അതാണ് ഞങ്ങളുടെ മെയിൻ. അതിലാണ് ഞങ്ങൾ സന്തോഷം കണ്ടുപിടിക്കണത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട്. പിന്നെ അതേ ആദും ആളും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചത്തെ ഫുഡ് അടി കഴിഞ്ഞിട്ടാണ് അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ മിൻഷാട്ടൻ കവറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ധാവണിയുടെ വീഡിയോയും കൂടി എടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്തോ, അവരെല്ലാവരും ഇല്ലെങ്കിൽ എങ്ങോട്ടേലും പോവാമെന്നും പറഞ്ഞിട്ടാണ് എടുത്തു കൊടുക്കുന്നത്. പക്ഷേ മഴ കാരണം ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല.
എന്നാലും ഞങ്ങൾ പോയിട്ടാ വെറുതെ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് കറങ്ങാച്ചിട്ട് ഇറങ്ങി. അങ്ങനെ മാളും എല്ലാവരും എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ ആയിരുന്നു. ആ സമയത്തായിട്ട് നമ്മൾ ലൈവ് വന്നിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ മാളു പറയും ചേച്ചി ലൈവ് പോവുക. അതിനൊക്കെ മുന്നേ ആര് ലൈവ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്തായിരുന്നു മാളു പറഞ്ഞു നമുക്ക് ഇതിൽ ലൈവ് പോകും എന്ന് പറഞ്ഞിട്ട് ആർക്ക് പിന്നെ കിച്ചുട്ടൻ കാരണപ്പോൾ അവൾ വേഗം കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒന്ന് ഇതിൽ പോവാന്ന് പറഞ്ഞിട്ടായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ ലേള കേട്ടിട്ട് അമ്മ പറയണ്ടിട്ട് എല്ലാവരും എന്തായാലും അവിടെ ഇരിക്കില്ല, ഒരു പണി തരാമെന്നും പറഞ്ഞിട്ട് നമ്മുടെ ആദൂനും മാളുവിനും ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, വൈകുന്നേരത്തേക്ക് ഞാൻ അട ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അട പുഴുങ്ങിയെടുക്കില്ലേ ആടാട്ട അരിപ്പൊടിയിൽ ഇതാക്കിയിട്ട്. അപ്പോൾ ആദർശ് ഇതേ നമ്മുടെ വിൻചാട്ടിനുള്ളതാട്ടോ വീഡിയോ എടുത്ത് കൊടുക്കണത്. വിൻചാട്ടിന് ഷോർട്സ് ഇടണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ ആദ്യത്തെ കൊടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മാളുവിൻ്റെ വീട്ടിലത്തെ കുഞ്ഞി പപ്പിക്കുട്ടിയാട്ടോ. അപ്പോൾ അതിനെ കൊണ്ടാ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ അമ്മ വന്ന് പറഞ്ഞത് റോട്ടിൽ കൂടെ ഇതൊരു പപ്പിക്കുട്ടി പോകണം, അപ്പോൾ അതിനടുത്ത് പിടിച്ചതാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചീത്ത പറയാം, റോട്ടിൽ കൂടെ പോണേനെയാണ് അമ്മ ഇവിടെ കൊടുന്നിങ്ങനെ വെക്കണ, കഴുകിയിട്ടില്ലല്ലോ കഴുകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴാണ് നമ്മുടെ മാള് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലത്തെയാന്ന്. അങ്ങനെ എല്ലാവരും അതിനെടുത്തിട്ട് കളിപ്പിക്കാൻ നിന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാട്ടാ ഇങ്ങനത്തെ പപ്പീസിനൊക്കെ. എനിക്ക് നല്ല പേടിയാണ്. ഞാൻ അങ്ങനെ എടുക്കാറില്ല, പിടിക്കാറൊന്നുമില്ല. ഇവിടെ നമ്മുടെ ആദർശ് കൊണ്ടുവരുമല്ലോ, ആദർശ് കൊടുന്നിരുന്നു രണ്ടെണ്ണത്തിന് സിംബ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരേനെ മാത്രം 1-2 വട്ടം ഇങ്ങനെ മടിയിൽ വെച്ചിട്ടൊരു പരിചയമുള്ളൂ എനിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. വിൻഷേട്ടൻ വീട്ടിലേക്ക് ഇങ്ങനെ വാങ്ങാമെന്ന് പറയുമ്പോൾ ഞാനാ സമ്മതിക്കാത്ത ആള്. വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാട്ടോ ഒഴിഞ്ഞ് നിൽക്കണ ആളെ. അത് കഴിഞ്ഞിട്ടാട്ടോ അതെ അമ്മ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താ ശർക്കര നന്നാക്കാൻ വേണ്ടിയിട്ട് അട ഉണ്ടാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം അമ്മയ്ക്ക് ശർക്കര നന്നാക്കി തയോ എന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം ആളും കൂടി ഇരുന്നിട്ട് അതൊക്കെ ചുരണ്ടി പൊടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ആദ്യം ഒരു തഗ്ഗിടുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, ഈ ശർക്കര എടുത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും കുട്ടി കേട്ടോ ഫുൾ കംപ്ലീറ്റ് ആക്കി ചുരണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മാളു നൈസായിട്ട് സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ആദ്യമ്മേനായിട്ട് ഇരുന്നിട്ടൊക്കെ ചുരണ്ടി റെഡിയാക്കി ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മ അട ഉണ്ടാക്കണ തിരക്കിലാട്ടോ. അതായത് നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ അടയാണ്, ഗോതമ്പല്ലാട്ടോ അരിപ്പൊടി കൊണ്ട്. പിന്നെ ആദ്യമൊക്കെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി തരാട്ടോ ചെയ്യുക. അപ്പോൾ ഇപ്രാവശ്യം പുഴുങ്ങിയിട്ട് മതി എന്ന് പറഞ്ഞോട്ടോ. അപ്പം അമ്മ കുറേ നേരം എടുക്കൂട്ട പുഴുങ്ങി സെറ്റാണെങ്കിൽ. അപ്പം അമ്മ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെല്ലിച്ചനാട്ടോ, അതായത് നമ്മുടെ കിരയില്ലേ, കിരൻ്റെ അച്ഛനാട്ടോ. വെല്ലിച്ചനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ അടുത്തിരിക്കട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ റൂമിൽ ഓരോരുത്തരായിട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ മന്തി വിനീഷ് ChatGPT പറഞ്ഞില്ല, തൊല്ലിക്കൊന്നും തെറ്റിയിട്ടില്ല. മന്തി വിനീഷ് ഒന്നുകൂടി ചോദിക്കണോ? എന്തായാലും വിനീഷ് അതിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ആദു പറഞ്ഞത് ആദൂന് മന്തി കഴിക്കണം എന്നുണ്ട്, ഒന്ന് വാങ്ങിത്തരൂ എന്ന് പിന്നാലെ നടന്ന് എല്ലാവരുടെയും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാളൂൻ്റെ ഐഡിയ കേട്ടോ, ആരാ വാങ്ങേണ്ടതെന്ന് നമുക്ക് ചാറ്റ് ജി പിയോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരും ആദർശിന്റെ പേരും ആദൂന്റെ നമ്മുടെ വിൻഷാന്റെ പേരും ആരുടെ പേരും അടിച്ചു കൊടുത്തു. ChatGPT ഫസ്റ്റ് പറഞ്ഞത് വിൻഷാന്റെ പേരാട്ടോ. വിൻഷാന്റെ വക മന്തി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അതെന്തായാലും കഴിക്കാൻ പോയിച്ചിരിക്കട്ടോ. അപ്പൊ അതിൻ്റെ ഇടയിൽ അതേ അമ്മ നമ്മുടെ അട പുഴുങ്ങിയിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചായയും അട പുഴുങ്ങിയതും കൂടിയിട്ട് ഇതേ ഞങ്ങൾ കഴിക്കാതിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഓടാൻ ഇത്ര ധൃതി. കാരണം എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വരാനും കൂടെ ആലോചിച്ച് എല്ലാവരും കൂടി ഇരിക്കണതും വർത്താനം പറയുന്നതും കളിയാക്കണം ചിരിക്കണം ഇതൊക്കെ കൂടി ആലോചിച്ച് വേഗം അങ്ങോട്ട് പോകാൻ തോന്നും കേട്ടോ. അതാണ് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടണത്. കാരണം അവിടുത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞൊരു വേറെ വൈബാണ്. അപ്പൊ ഇതാണ് കേട്ടോ അട. അപ്പൊ അമ്മ പറയുന്നുണ്ട് അമ്മ പെട്ടെന്ന് എടുത്തരും ചെയ്ത്. ശരിക്കും അമ്മ സാധാരണ അമ്മ അട ഉണ്ടാക്കുമ്പോൾ തലേന്ന് അമ്മ ഇഡ്ലി ചെമ്പിലാക്കിയിട്ട് ഇറക്കി വെക്കും, നമ്മുടെ അടുപ്പുമ്മ വെക്കും കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ആ സാധനം അവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും ഇത്ര. ഇത് നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ചിരിക്കണ കാരണം ഞാൻ ഒട്ടിയിട്ടാട്ടെ ഇലയിലും നല്ല ഒട്ടിയിട്ടുണ്ടായിരിക്കും. ചൂടൊക്കെ വിട്ടിട്ടല്ലേ എടുക്കുന്നുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ആർത്തി കൂടിയിട്ട് ഞങ്ങൾ ചൂടൊന്നും വിടാൻ എന്താ പറയുക, ഞങ്ങൾക്ക് ക്ഷമയില്ല. ഞങ്ങളിങ്ങനെ ഭാരി കഴിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുട്ടനെ അതേ കിച്ചുട്ടൻ ഞങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് കിടക്കണ പോലെ കേട്ടോ ഷോളറിൽ കിടത്തിയേക്കണത്. നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്ത് രസം എന്നറിയാം ചൂടിൽ ഇതിങ്ങനെ കഴിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അട. പിന്നെ അതും എനിക്കിങ്ങനെ കുറേ എല്ലാവരും വെക്കണ അടയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ അമ്മ വെക്കും അട, അത് നല്ല ടേസ്റ്റ്. അതുപോലെ വിൻഷേട്ടൻ്റെ അമ്മ ചക്കട ഉണ്ടാക്കും, അത് ഭയങ്കര ടേസ്റ്റാട്ടാ. അങ്ങനെ കുറച്ച്
പേര് വെക്കുന്ന അടകളാണ്. ചിലവർ അട വയ്ക്കുമ്പോൾ അതിൽ തേങ്ങ കുറവായിരിക്കും, എന്തെങ്കിലുമൊക്കെ കുറവും കൂടുതലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടെ എനിക്ക് അങ്ങനെ. പക്ഷേ ഈ പറയണ ഞാൻ അട വയ്ക്കില്ല, അതാണ് പ്രത്യേകത. എനിക്ക് അതിൻ്റെ കൂട്ടറിയില്ല, കുഴക്കേണ്ട കൂട്ടറിയില്ലേ. പിന്നെ അതേ എല്ലാവരും കൂടിയിട്ട് ഇതേ പുറത്തേക്ക് പോകാം, മന്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് പുറപ്പെട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പുറപ്പാടായിരുന്നു ആദ്യം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നെ അമ്മയ്ക്ക് അടിച്ചോരി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചോരി ഇട്ട് കൊടുത്തു കേട്ടോ. കാരണം ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചതല്ലേ. അപ്പോൾ ഒന്ന് വേഗം അവിടെ അടിച്ചോരി വൃത്തിയാക്കി ഇട്ട് കൊടുത്തേ. പിന്നെ എല്ലാവരും ചടപ്പെട്ട് തന്നെ പുറപ്പെട്ടു. പിള്ളേരൊന്നും ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ തന്നെ പോവാം. പിന്നെ മഴ ഉണ്ടായിരുന്നു. മഴ ഉള്ള കാരണം നമുക്ക് കോട്ട്, റെയിൻ കോട്ടും കൂടിയും കൈ പിടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കളർഫുൾ റെയിൻ കോട്ടുകൾ കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു നമുക്കൊരു വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഞങ്ങളുടെ ഒരു പേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ മാളും ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ പേജിൽ ഇതുവരെ നമ്മളിപ്പോൾ കുറേ നാളായി നമ്മുടെ വീഡിയോസ് എല്ലാവരും ഇട്ടിട്ട്, ഇപ്പോൾ കുറേ നാളായി ഇട്ടിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടാ നമുക്കൊരു ഡാൻസ് ചെയ്യാം, എന്നിട്ടൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. റെയിൻ കോട്ടും എല്ലാം കൂടി ഒരു വൈബ് സെറ്റായിപ്പോൾ നമുക്കെന്നാൽ ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് എവിടെയെങ്കിലും നിന്ന് കളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടാ. അങ്ങനെ ഇറങ്ങിയിട്ട് പകുതി എത്തിയപ്പോഴാണ്, പകുതിയല്ല അങ്ങനെ റൗണ്ട് അടിച്ച് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ട്രൈപോഡ് എടുക്കാൻ മറന്നത്. കാരണം എല്ലാവരെയും കിട്ടണം. അപ്പോൾ എല്ലാവരെയും കിട്ടണ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ട്രൈപോഡ് വേണം. അങ്ങനെ മാളുമായിട്ട് ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടി വീണ്ടും തിരിച്ച് വന്ന് ട്രൈപോഡൊക്കെ എടുത്ത് പോയിട്ട്. അപ്പോൾ ഈ നേരത്തെ ഒന്നും വലിയ മഴ ഇല്ല കേട്ടാ. പക്ഷേ പകുതിക്ക് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിക്ക് ചാറി തുടങ്ങി. നല്ല മഴയല്ല, ഇങ്ങനെ ചാറി നിൽക്കണ മഴ കേട്ടോ. ചെറിയ രീതിക്ക് ഇങ്ങനെ ചാറി നിൽക്കണ മഴ, എന്നാൽ വലിയ മഴയല്ല, അങ്ങനത്തെ ഒരു മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്ന കിരണ കൊണ്ടുവരണം കേട്ടോ വെളിച്ചൻ്റെ വീട്ടിലേക്ക്. വെളിച്ചൻ്റെ വീട് കുറച്ച് ദൂരത്താട്ടോ, നമ്മുടെ വീടിൻ്റെ അടുത്തല്ല. വെളിച്ചൻ്റെ വീട് മാത്രമാണ് കുറച്ച് ദൂരെ. വെളിച്ചനാണ് കുറച്ച് ദൂരെ വീട് വെച്ചേക്കണത്. അതായത് ഇപ്പോൾ എന്താ പറയുക, വണ്ടിയിലൊക്കെ പോവാ 5-10 മിനിറ്റ് കൊണ്ട് എത്തും, അത്ര ദൂരമേ ഉള്ളൂ. പിന്നെ എൻ്റെ മാളുവിൻ്റെ വീട്, അതുപോലെ ഞങ്ങളുടെ തറവാട്, ബാക്കി മറ്റേ വെളിച്ചൻ്റെ വീട്, അവരുടെ വീട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അടുപ്പൂട്ടിയ പോലെ അടുത്തടുത്താണ് എല്ലാവരുടെ വീടും. കിരണിൻ്റെ വീട് മാത്രമായിട്ട് കുറച്ച് ലോങ് ഉള്ളൂ. അപ്പം ഞങ്ങൾ കിരണിനെ കൊണ്ടുവരാൻ നേരത്തെ ഇങ്ങോട്ട് വന്നോട്ട്. ഇവിടെ വന്നപ്പോൾ വല്യമ്മയായിട്ട് നോക്കണത് എല്ലാവരും ഉണ്ടല്ലോ, അത് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടാട്ടോ നിൽക്കണത്. കിരണാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ വല്യമ്മ, കുമാരി വല്യമ്മ. അതായത് അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അച്ഛൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യ കേട്ടോ. അപ്പോൾ അതേ കിരണിയും കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാവരും കൂടി അടുക്കി പറക്കി എടുത്തിട്ട് നമ്മൾ നേരെ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ആര്യമ്പാട് ആ സൈഡൊക്കെ പാടങ്ങളുണ്ട്, അവിടേക്ക് നിന്നിട്ട് അവിടേക്ക് പോകാമെന്ന് വിചാരിച്ച്. പിന്നെയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് കുറ്റിയങ്കാവ്. കുറ്റിയങ്കാവ് മീൻസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ധാവണയുടെ വീഡിയോ എടുക്കണം. അപ്പോൾ കുറ്റിയങ്കാവ് പോയിട്ട് വീഡിയോ എടുക്കാം, നല്ലൊരു വൈബുള്ള സ്ഥലമായിട്ട്. അപ്പോൾ കുറ്റിയങ്കാവ് ആ ഒരു സൈഡിൽ പോയിട്ട് വീഡിയോ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ പോയത് വേറെ സ്ഥലത്തേക്കായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പ്രാവശ്യം കുറ്റിയങ്കാവ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെയിൻകോട്ട് 1-2 ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പോണ വഴിക്കാട്ടോ സ്പോട്ടിൽ നമ്മൾ റെയിൻകോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കടയിൽ കയറിയിട്ട് വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ അതും വാങ്ങിയിട്ട് ഞങ്ങൾ നേരത്തെ കുറ്റിയങ്കാവ് എത്തിയിട്ടാ. അപ്പോൾ കുറ്റിയങ്കാവ്, ഉത്രാളിക്കാവ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള വൈബ് എന്താണെന്ന് വെച്ചാൽ 2 പാടത്തിൻ്റെ നടുക്ക് അമ്പലം, പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ ട്രെയിൻ പോണതും കാണാം. അതാണ് ഇവിടുത്തെ വൈബ്. അങ്ങനെ ഞങ്ങൾ എത്തിയ നേരത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ സമയത്ത് മഴയൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ റെയിൻകോട്ട് ഇട്ട് സെറ്റായി നിന്നുട്ടാ. പക്ഷേ ഏത് നിമിഷം മഴ പെയ്യും എന്നുള്ളൊരു രീതിയിലായിരുന്നു അങ്ങനെ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഇതേ പെട്ടെന്നായിരുന്നു മഴ പെയ്തു കേട്ടോ. അതായത് മഴ അങ്ങനെ പെയ്യും പോവും, മഴ പെയ്യും പോവും, അങ്ങനെ നല്ല മഴയല്ല, ഞാൻ പറയില്ല, ചെറിയ ചാറ്റല്ല ഏട്ടൻ നിന്നിടുന്നത്. അങ്ങനെ വിൻഷാട്ടിനെ ഏത് റെയിൻകോട്ട് നോക്കുമ്പോഴും വിൻഷാട്ടിനെ ഇറക്കില്ല കേട്ടോ. അത് ഞാൻ റെഡ് റെയിൻകോട്ട് ഞാൻ അവിടെ നിന്ന് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ എനിക്ക് മറ്റേ റെയിൻകോട്ട് ഇറക്കക്കുറവ് തോന്നി. അപ്പം ഞാൻ പിന്നെ റെഡ് റെയിൻകോട്ട് വിൻഷാട്ടിന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിടുമ്പോൾ വിൻഷാട്ടിനെ ഏതിട്ടാലും ഇറക്കില്ല, അതിപ്പോൾ നമ്മുടെ കുറ്റമല്ല. അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഏതെടുക്കുക പാട്ടൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്യാട്ടോ. പിന്നെ ഞാനീ നിന്ന് ചിരിക്കണം എന്താ വെച്ചാൽ വിൻഷാട്ട് റെയിൻകോട്ട് ഇട്ട് വരുന്നത് കണ്ടിട്ടാട്ടോ. ഞങ്ങളെല്ലാവരും അത് വിൻഷാട്ട് ഈ റെയിൻകോട്ട് ഇട്ടപ്പോണ്ടല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് ചിരി സഹിക്കാൻ പറ്റണില്ല. വിൻഷാട്ടൻ പാൻറ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ പാൻറ് നല്ല കട്ടിയുള്ള ജീൻസ് ആട്ടോ. അപ്പം നനഞ്ഞ എളുപ്പമല്ല, നാളത്തേക്ക് എനിക്ക് ഇടാൻ പണിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് പാൻറ് ഒരു ട്രൗസർ മാത്രം ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു കോലം കണ്ടിട്ടാണ് ഞങ്ങൾ നിന്ന് ചിരിക്കുന്നത്. കുറേ നേരം ഞങ്ങൾ ഈ കോലം കണ്ട് നിന്ന് ചിരിച്ചു കേട്ടോ. പിന്നെ ട്രൈപോഡൊക്കെ ഏകദേശം സെറ്റാക്കി. പിന്നെ അപ്പുറത്ത് പോത്തിനെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ പോത്ത് അങ്ങോടോടലും ഇങ്ങോടോടലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ പാടത്തുനിന്ന് അപ്പുറത്തെ പാടത്തേക്ക്. അപ്പം ഞങ്ങൾ ട്രൈപോഡ് എടുത്ത് ഇങ്ങോട്ടോടും അങ്ങനെയായിരുന്നു. പിന്നെ ഇത് കുറേ വിൻഷാട്ടൻ എങ്ങനെ നിന്നാലും ഞങ്ങൾക്ക് ചിരിയാടുന്നു കേട്ടോ ഈ ഒരു കോലത്തിൽ നിൽക്കുമ്പോൾ. പിന്നെ ട്രെയിൻ വരുന്ന കണ്ടപ്പോൾ അതേ ട്രെയിനിൻ്റെ ബില്ല് എന്നിട്ട് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് ആദർശാരും കൂടി ഇരുന്നിട്ട് അങ്ങോട്ടും കൂടെ ഓടുന്നത്. പിന്നെ അടുത്ത ട്രെയിൻ വന്നപ്പോൾ ഞാനും ആളും അതും കൂടിയിട്ടോ. പക്ഷെ ഞങ്ങൾ സ്റ്റെപ്പ് പഠിക്കേണ്ടാട്ടോ ഈ ഓടുന്നത്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടുമെന്ന് പറഞ്ഞിട്ട് നിന്ന് കാട്ടുക കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ട്രെയിൻ്റെ പാട്ടിന് പോയി. പിന്നെ ഞങ്ങൾ ട്രെയിൻ കാക്കാൻ നിന്നില്ല കേട്ടോ. ഞങ്ങൾ വേഗം വീഡിയോ എടുത്തിട്ട് ഇനി വേഗം വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മുടെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഏകദേശം 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് അമ്പലത്തിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേഗം അവിടെ പോന്നു കേട്ടോ. അങ്ങനെ ഇനി തിരക്ക് വരുമല്ലോ അമ്പലത്തേക്ക്. അപ്പം ഞങ്ങൾ പോന്നു. ഈ ഒരു നേരത്തെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, കുറേ പേര് അവിടെ അമ്പലത്തിന് നല്ല വൈബല്ലേ, കുറേ പേര് ആ പാടത്തിൻ്റെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ചായക്കട ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറേ പേര് ചായ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പുറത്തെ സൈഡിൽ. ഞങ്ങൾ തിരക്കില്ലാതെ ഇങ്ങോട്ട് കുറച്ച് നീങ്ങിയിട്ടാണ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല തിരക്കുള്ള കാരണം തന്നെ ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാൻ നിന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ആദൂന് മന്തി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ മന്തി കഴിക്കാൻ വിചാരിച്ച്. പക്ഷെ നമ്മുടെ കുറ്റിയങ്കാവ് ആ അമ്പലത്തിൻ്റെ അപ്പുറത്ത് തന്നെ പാടത്തിൻ്റെ അവിടെ തന്നെ ചായക്കടിയും നല്ല ബജിയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നല്ല തിരക്ക് കേട്ടോ അവിടെയൊക്കെ. മഴയാണെങ്കിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തിക്കും തിരക്കിലും നിൽക്കേണ്ട വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഒഴിഞ്ഞു മാറി വടക്കാഞ്ചേരിക്ക് കേട്ടോ വന്നത്. വടക്കാഞ്ചേരി വന്നിട്ട് നമ്മുടെ ആദു പറഞ്ഞ പോലെ ഇതേ മന്തി വാങ്ങിയിട്ട് അങ്ങോട്ട് കഴിച്ചു. ആദുവിന് അങ്ങോട്ട് മന്തി അങ്ങോട്ട് വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇത് ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ വീട്ടിൽ പോട്ടാ. കിച്ചുട്ടനെ കൊടുത്തിട്ടില്ല കേട്ടോ, കാരണം കിച്ചുട്ടനെ അമ്മ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആർക്ക് ആദർശനാണെങ്കിൽ കിച്ചുട്ടനെ ഇങ്ങോട്ട് പോകുമ്പോഴും കൊണ്ടുപോകണം, അവനും വരട്ടെ. അവർക്ക് ഭയങ്കര വിഷമമായിട്ട് കിച്ചുട്ടനാക്കി പോകുമ്പോൾ. പിന്നെ നമുക്ക് മഴ പെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേണ്ട കിച്ചുട്ട അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എടുക്കാണ്ട പോകുന്നത്. പിന്നെ ഡാൻസ് കളിക്കണമെന്ന് പറയും ചെയ്തൂല്ലോ. അപ്പോൾ പിന്നെ കിച്ചുട്ടനെ കൊടുന്ന റെഡി ആവൂല. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിട്ട് അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ പൊക്കെ കുട്ടീനെ നോക്കിക്കോളാം പറഞ്ഞിട്ട് അമ്മ വിടില്ല കേട്ടാ. അമ്മ നോക്കാൻ നിൽക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ കൊടുന്നില്ല. അങ്ങനെ ഇതേ വീട്ടിലെത്തിയിട്ട് ഇതേ പിള്ളേരൊക്കെ വേഗം ഓടിയിട്ടോ, കാരണം ആകെ എല്ലാവരും നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കിരൺ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ താറിൻ്റെ. അപ്പോൾ അതൊക്കെ ഇതേ വിൻഷേട്ടൻ സെൻഡ് ചെയ്ത് വാങ്ങണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടൻ പോയിട്ടോ, അതൊക്കെ സെൻഡ് ചെയ്ത് വാങ്ങി കിരണും വിൻഷേട്ടനും കൂടി പോണ വഴിക്ക് കിരണ് അവിടെ വീട്ടിലിറക്കി കൊടുക്കും. വിൻഷേട്ടൻ നമ്മുടെ വീട്ടിലേക്ക് പോകും കേട്ടോ. കാരണം എന്താ വെച്ചാൽ വിൻഷേട്ടന് നാളെ കളിയുണ്ട് കേട്ടോ, ക്രിക്കറ്റ്. അപ്പോൾ രാവിലെ കളിയുണ്ട്, എന്തായാലും പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ പറഞ്ഞു കേട്ടോ, പോവല്ലേ നാളെ ഒരുമിച്ച് വൈകിട്ട് പോവാന്നൊക്കെ പറഞ്ഞു. ഞങ്ങളും പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. അതായത് ഞാനും തേജും പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞു വേണ്ട നിന്നോ, നാളെ കളി കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ കൊണ്ടുവരാൻ വരാം, എന്തായാലും രാവിലെ നേരത്തെ ഞാൻ പോവും, പിന്നെ നിങ്ങൾ അവിടെ വെറുതെ ഒറ്റയ്ക്കിരിക്കണ്ടേ, ഇവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയില്ല കേട്ടോ. വിൻഷേട്ടൻ പോവുകയാണ് ചെയ്തത്. ഇതൊക്കെ ഇരുന്നു അതേട്ടാ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് അവൻ അവിടെ ഇറക്കി കൊടുക്കും ചെയ്യാലോ എന്നും പറഞ്ഞിട്ടാണ് നിൽക്കണത്. പിന്നെ നമ്മുടെ കിച്ചുട്ടന് ഇതേ മരുന്ന് കൊടുക്കാനുള്ളതൊക്കെ ആരും അപ്പുറത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ ഇവർ ഇറങ്ങുക കേട്ടോ. അപ്പം ഞാൻ പിറ്റേ ദിവസമായിട്ടാ പോകുന്നുള്ളൂ. വിൻഷേട്ടൻ രാത്രി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ ഡബിൾ ഹാപ്പി, എന്നേക്കാൾ ഡബിളല്ല ട്രിപ്പിൾ ഹാപ്പി നമ്മുടെ തേജുട്ടനാട്ടാ. തേജുട്ടനാണെങ്കിൽ ഇപ്പം എല്ലാവരും ഇവിടെ ഉള്ള കാരണേ എന്നേക്ക് അപ്പുറമാണ്. ഒരു ദിവസം അമ്മ ക്ലാസ്സിൽ എന്ന് നമുക്ക് അമ്മമ്മടേക്ക് പോവാ, അമ്മമ്മടേക്ക് പോവാ, എങ്ങനെയാ ചോദിക്കുള്ളൂ കേട്ടാ. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയല്ലേ, നമ്മൾ ചെറുതിലേക്ക് ഒരു വെക്കേഷനോ ഒരു ഗ്യാപ്പോ കിട്ടി കഴിഞ്ഞാൽ മാമൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അമ്മമ്മയുടെ വീട്ടിൽ പോകാന്നല്ല പറയാറ്. അതേ ബൈബിലേക്ക് തേജ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള കാരണമാണ്. ആരും ഇല്ലെങ്കിൽ ഇപ്പോൾ അവരും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ പിള്ളേരെല്ലാവരും ഉള്ള കാരണമാണ്. അങ്ങനെ വിൻഷേട്ടനും ഇവരും കൂടി പോയി ഞങ്ങളെല്ലാവരും ഇതൊക്കെ ഇടുന്നു കേട്ടോ. ബാക്കി നാളത്തെ പിന്നെ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ അടുത്ത ഷോർട്സ് ആയിട്ട് ഇടേ. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒരു വ്ളോഗ് ഞാൻ എടുത്തിട്ടുണ്ട്, അതാണ് ഇത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഇതൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത്. ഞാനിതേ എൻ്റെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.